ബാങ്ക് കൊള്ളയിൽ റിജോ ആന്റണിയുമായി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ തെളിവെടുപ്പ് തുടരുകയാണ്. വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നു. പ്രദീപ്, തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? രാവിലെ ഏതാണ്ട് ഒരു 11:30 മണിയോടുകൂടിയാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് തെളിവെടുപ്പിന് വേണ്ടി പ്രതിയെ ഇറക്കിയത്. ആദ്യം കൊള്ളയടിച്ച പണത്തിൽ 2,90,000 രൂപ ഇയാൾ കടം നൽകാനുണ്ടായിരുന്ന ഒരു സുഹൃത്തിന് കൊടുത്തിരുന്നു. അത് കൈമാറിയ അവരുടെ ആ വീട്ടിൽ വെച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. അതിനുശേഷം ഫെഡറൽ ബാങ്കിൻ്റെ ഈ പോട്ട ശാഖയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഏതാണ്ട് ഒരു 20-25 മിനിറ്റോളം തെളിവെടുപ്പ് നീണ്ടുനിന്നു. പ്രതിയെ തെളിവെടുപ്പിന് എത്തിക്കുന്ന വിവരമറിഞ്ഞ് ഒരു 100-150ഓളം ആളുകൾ, അതായത് ഇതിൽ പല ആളുകളും ഈ പ്രതിയെ നേരിട്ട് അറിയുന്നവരാണ്. കാരണം പലപ്പോഴും ഇവിടെ കാണുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ വന്നിരുന്ന ആളാണ്, ഈ നാട്ടുകാരൻ തന്നെയാണ്. അതുകൊണ്ട് അയാളെ അറിയുന്ന ആളുകളാണ് ഉണ്ടായിരുന്നത്. തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ അവരിൽ ചിലർ കൂകി വിളിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല പലരും അത്ഭുതം കൊണ്ട്, അല്ലെങ്കിൽ ഇയാൾ തന്നെയാണോ എന്നുള്ള അങ്ങനത്തെ ഒരു ആശങ്ക, അത്ഭുതമൊക്കെ പലരും പ്രകടിപ്പിക്കുന്നത് കാണാമായിരുന്നു. അതേസമയം വലിയ കനത്ത പോലീസ് സന്നാഹത്തോടുകൂടിയാണ് പ്രതിയെ തെളിവെടുപ്പിന് എത്തിച്ചതും. തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ വീണ്ടും ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ കൊണ്ടുപോകും. അതിനുശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും.